ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 31ാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒരു വനിതാ ക്രിക്കറ്റ് താരത്തിന്റെ വിജയകഥയും ആ ക്രിക്കറ്റ് താരം മത്സരത്തിലുടനീളം ചൊല്ലി എന്ന് പറയപ്പെടുന്ന ഒരു വചനഭാഗവും നമ്മൾ ഓർക്കുന്നുണ്ടാവും. നീ ശാന്തനായിരുന്നാൽ മാത്രം മതി, നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ പുറപ്പാട് 14:14 എന്ന വാക്യമൊക്കെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലൂക്ക 14:14 നമ്മളൊന്ന് വായിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. ഈശോ ഒരു വിരുന്നിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. പക്ഷെ പറയുന്നത് ഇതാണ്: നീ ഇങ്ങനെ നിനക്ക് തിരിച്ചു തരുമെന്ന് ഉറപ്പുള്ള ആൾക്കാരെ വിളിച്ചിട്ട് വിരുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വിട്ടുകളയുക. നിന്റെ സ്നേഹിതര്, സഹോദരങ്ങള്, ബന്ധുക്കള്, തിരിച്ചു തരുമെന്ന് ഉറപ്പുള്ള ധനികര്, ഇവരെയൊക്കെ വിളിച്ച് നീ വിരുന്ന് നടത്തുന്നതിന് പകരം വികലാംഗർ, ദരിദ്രർ, കുരുടർ, മുടന്തർ തുടങ്ങിയ ആളുകളൊക്കെ വിളിച്ച്, അങ്ങനെ അവരിങ്ങനെ ഒരു തീരെ ദരിദ്രരും ഭിക്ഷാഴ്ചക്ക് ജീവിച്ചിരുന്നൊക്കെ മനുഷ്യന്റെ ഒരു കാറ്റഗറികളാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെ വിളിച്ച് നീ വിരുന്ന് നടത്തുക, അപ്പൊ നിനക്ക് അനുഗ്രഹം സമൃദ്ധമായിട്ട് ലഭിക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്ന വാക്യമാണ് ലൂക്ക 14:14. ആ വാക്യം എങ്ങനെയാണ്: അപ്പോൾ നീ അനുഗ്രഹീതനായിരിക്കും, കാരണം നിനക്ക് തിരിച്ചു തരുവാൻ അവർക്ക് ഒന്നുമില്ല, നീതിമാന്മാരുടെ ഉദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗം അവസാനിക്കുന്നത്. അപ്പൊ ഈ നമുക്ക് ഒരുപാട് കണക്കൂട്ടലൊക്കെ നടത്തിയിട്ട് ലാഭം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഇടത്ത് മാത്രം നമ്മൾ സഹായം നൽകുന്നത് പക്ക ബിസിനസ്സാണ്. അതൊരു ദൈവികമായ കാര്യമല്ല, ആത്മീയമായ ഒരു കാര്യമല്ല. നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് നമ്മൾ ഇടപെടുന്നു, നമ്മൾ പണം ഇറക്കുന്നു, സഹായിക്കുന്നു എന്ന് പറയുന്ന സംഭവത്തെ വിളിക്കുന്ന ഒരു ബിസിനസ് എന്നാണ്. അത് നമ്മള് ദൗർഭാഗ്യവശാൽ നമ്മുടെ കത്തോലിക്കാ സഭയുടെ സ്ഥാപനങ്ങളും നമ്മുടെ ദേവാലയങ്ങളും ഇടപെടലുകളും എല്ലാം, വ്യക്തി ജീവിതത്തിൽ ഇടപെടലും ഒക്കെ നമുക്ക് ഇങ്ങനെയാണ് വായിച്ചെടുക്കാൻ സാധിക്കുക. ഇങ്ങനെ തിരിച്ചു കിട്ടും എന്ന് ഉറപ്പുള്ള സ്ഥലത്താണ് നമ്മൾ എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ യേശു പറയാൻ അങ്ങനല്ല, അതൊക്കെ നിർത്തിയേരെ, നിനക്ക് തിരിച്ചു കിട്ടത്തില്ല എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ നീ കൊടുക്കുക, അപ്പോ ഉദ്ധാനത്തില്, നീതിമാന്മാരുടെ ഉദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും എന്ന് ഈശോ ഉറപ്പ് വരിക. നമ്മൾ ഇന്ന് നവംബർ 3-ാം തീയതി വിശുദ്ധ മാർട്ടിൻ ഡി പോറസിന്റെ തിരുനാൾ ദിവസമാണ്. വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് ശക്തനും അത്ഭുത പ്രവർത്തകനുമായ ഒരു വിശുദ്ധനാണ് മാർട്ടിൻ ഡി പോറസ്. നമ്മള് ഒരു രീതിയിൽ ഓർക്കുകയാണെങ്കിൽ 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ അന്തോനീസിനെ പോലെയാണ് 16-ാം നൂറ്റാണ്ട് അവസാനം 17-ാം നൂറ്റാണ്ട് ആദ്യ ഭാഗത്തുമായിട്ട് ജീവിച്ചിരുന്ന വിശുദ്ധ മാർട്ടിൻ ഡി പോറസിന്റെ ജീവിതം നമുക്ക് കാണാൻ സാധിക്കുക. ലിമ എന്ന സ്ഥലത്ത് ജനിച്ച ഒരു നീഗ്രോ സെയിന്റ് ആയിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് സാമൂഹ്യ നീതിയുടെ വിശുദ്ധൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ടവർ, മാറ്റി നിർത്തപ്പെട്ടവർ, ദരിദ്രർ, അടിമകൾ, ഇവർക്ക് വേണ്ടി ജീവിക്കുക എന്നത് മാർട്ടിൻ ഡി പോറസിന്റെ തീക്ഷ്ണമായ ഒരു ആഗ്രഹമായിരുന്നു. അത് മാർട്ടിൻ ഡി പോറസ് ചെയ്യുമായിരുന്നു. അനന്തര വിശുദ്ധരുടെയൊക്കെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്: ഒരുപാട് മനുഷ്യർക്ക് അദ്ദേഹം സഹായം ചെയ്തു, അടിമകളായിട്ടുള്ളവർക്ക് സഹായം ചെയ്തു, പ്രത്യേകിച്ച് ഭക്ഷണം നൽകിക്കൊണ്ടും സഹായം നൽകി. അങ്ങനെ ഒരു കണക്കൊക്കെ പറയുന്നുണ്ട്, 26,000-ഓളം രൂപയോളം ചെലവ് വരുന്ന രീതിയിലുള്ള ഭക്ഷണം ക്രമീകരണമൊക്കെ അദ്ദേഹം ഓരോ ആഴ്ചയിൽ ചെയ്തിരുന്നു എന്നൊക്കെയാണ് നമ്മൾ കണക്ക് വായിക്കുന്നത്. രൂപയുടെ മൂല്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമല്ലോ. എന്താണെങ്കിലും ഒരു എങ്ങനെ ഇത് ചെയ്തു എന്ന് കൂടി പുസ്തകത്തിൽ പറയുന്നുണ്ട്. പറയുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹത്തെ ഇഷ്ടമുള്ള ധനികരായ മനുഷ്യരുടെ കയ്യിൽ നിന്നും അദ്ദേഹം വാങ്ങിച്ചെടുത്തും ദരിദ്രർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടിയല്ല, ദരിദ്രർക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചെടുത്ത് ദരിദ്രർക്ക് കൊടുക്കുകയായിരുന്നു എന്ന് പറയുന്നൊരു സാമൂഹിക നീതി, അത് ബാലൻസ് ചെയ്ത് നിർത്തുക എന്ന് പറയുന്നൊരു ഇടപെടൽ മാർട്ടിൻ ഡി പോറസിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഈ സുവിശേഷവാദത്തോട് ചേർത്ത് ചിന്തിക്കേണ്ട ഒരു ഓർമ്മപ്പെടുത്തല്. അതായത് നമുക്ക് തിരിച്ചു കിട്ടും ഉറപ്പുള്ള ഇടങ്ങളിലൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ ഒരു രീതിക്കും സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയല്ല. അത് കൃത്യമായിട്ടും ബിസിനസ്സാണ്, അത് പക്ക ബിസിനസ് ആയിട്ടുള്ള ഇടപെടലാണ്. പക്ഷെ ഈശോ രീതിയിൽ കാരുണ്യ പ്രവർത്തിയിൽ ഏർപ്പെടുകയാണെങ്കിൽ, തിരിച്ചു കിട്ടത്തില്ല എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലേക്ക് നീ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നീതിമാന്മാരുടെ ഉദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും എന്ന് സുവിശേഷ ഭാഗം നമ്മളെ വ്യക്തമായിട്ടും പഠിപ്പിക്കുകയാണ്. കുറെ കൂടി നീതിബോധമുള്ളവരായി ജീവിക്കാനും കാരുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടുവാനുമായിട്ടുള്ള കൃപയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്ക്
ആ ഒരു കൃപ ദൈവം തരുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.